ഹായ് ഓൾ. അപ്പം നമ്മൾ ഓൾറെഡി തെവെനിൻസ് തിയറം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോർട്ടൺസ് തിയറം, ബോർ ട്രാൻസ്ഫർ തിയറം, റെസിപ്രോസിറ്റി തിയറം, ഈ തിയറത്തിൻ്റെ രണ്ട് പ്രോബ്ലംസ് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോർട്ടൺസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് എനി ലീനിയർ നെറ്റ്വർക്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കറണ്ട് സോഴ്സ് IN പാരലൽ വിത്ത് ആൻ ഇംപിഡൻസ് ZN where IN is the current flowing to the short circuit path across the terminals. അതായത് തെവെനിൻസ് തിയറം പോലെ തന്നെ നോർട്ടൺസ് തിയറം DC പഠിച്ചത് തിയറം സെയിം തന്നെയാണ്. ബട്ട് അതിൽ ആർ തെവനിന് പകരം സെഡ് തെവനായി. കാരണം AC ആകുമ്പോൾ റെസിസ്റ്റൻസിന് പകരം എന്താണ് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ കൂടിയ ഇമ്പിഡൻസ് Z ആയി. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണ് നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദി നോർട്ടൺസ് ഇക്വിവലന്റ് നെറ്റ്വർക്ക് ബിറ്റ്വീൻ ടെർമിനൽസ് A ആൻഡ് B ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ AB എന്നുള്ള ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള നോർട്ടൺസ് ഇക്വിവലന്റ് കറണ്ട് IN ഉം അതുപോലെ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് ഇക്വിവലന്റ് ഇംപെഡൻസ് Z തെവെനിനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ IN കണ്ടുപിടിക്കണം. അപ്പോൾ IN കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ AB ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഈസ് പ്ലേസ്ഡ് അക്രോസ് 4 ഓം ഇംപിഡൻസ്. ഓക്കെ, അതായത് നമ്മൾ AB എന്നുള്ള ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഈ ഒരു ഇംപിഡൻസ് ഉണ്ടാവില്ല. കാരണം ഇതിനെയാണ് ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഇംപിഡൻസ് ഇല്ല. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? IN കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ IN എങ്ങനെ കണ്ടുപിടിക്കുക? V വോൾട്ടേജ് നമുക്കറിയാം, ഇംപിഡൻസ് അറിയാം. അപ്പോൾ V/Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IN കിട്ടി. ഇതിപ്പോൾ IN ഈസ് ഈക്വൽ ടു എന്താണ് 25 ആംഗിൾ 0, അതാണ് V. 3 + 4J ആണ് Z. അപ്പോൾ ആൻസർ കിട്ടി 5 ആംഗിൾ 53.13 ആംപിയർ. ഓക്കെ, ഇനി അടുത്തെന്താണ് സ്റ്റെപ്പ് 2, കാൽക്കുലേഷൻ ഓഫ് ZN. അപ്പോൾ ZN കാണാൻ വേണ്ടിയിട്ട് അടുത്തെന്താ ചെയ്യുക? നമ്മുടെ സോഴ്സസ് 0 ആക്കുക. അതായത് നമ്മൾ വോൾട്ടേജ് സോഴ്സ് 0 ആക്കിയിട്ട് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് 0 ആക്കിയതാണ് ഈ കാണുന്നത്. വോൾട്ടേജ് സോഴ്സ് 0 ആക്കി. കാൽക്കുലേഷൻ ഓഫ് ZN എന്താണ്? നമ്മൾ AB എന്നുള്ള ടെർമിനൽസിന് ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ടോട്ടൽ ഇംപിഡൻസ് ആണ് വേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും? 3 + 4 ഓമും 4 - 5 ഓമും രണ്ടും എന്താണ് പാരലലാണ്. അപ്പോൾ അത് രണ്ടും പാരലലാണ്. അപ്പം എന്ത് ചെയ്യും? 3 + 4J പാരലലാണെങ്കിൽ R1 R2 / R1 + R2. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി R1 പകരം Z1 Z2 / Z1 + Z2. അപ്പോൾ എന്ത് ചെയ്തു? അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, എല്ലാം ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ആൻസർ കിട്ടി 4+4.53 ആംഗിൾ 9. അപ്പം നമുക്ക് ZN കിട്ടി, IN കിട്ടി, നമ്മുടെ റിക്വയർഡ് സൊല്യൂഷനായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർട്ടൺസ് തിയറം AC ചെയ്യുന്നത്. സെയിം മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ബട്ട് എന്താണ് ക്വാണ്ടിറ്റി AC ആകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ Zൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇല്ലേ, ഈ മൾട്ടിപ്ലിക്കേഷനും ഈ ഡിവിഷനൊക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കൂടി. അപ്പം ഇതിൽ 1-2 പ്രോബ്ലം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഹോംവർക്കായിട്ട് തരാം. അപ്പോൾ ഒബ്റ്റെയിൻ ദി നോർട്ടൺസ് ഇക്വിവലന്റ് നെറ്റ്വർക്ക് ബിറ്റ്വീൻ ടെർമിനൽസ് AB ടെർമിനലിലുള്ള നോർട്ടൺസ് ഇക്വിവലന്റ് നെറ്റ്വർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ നോർട്ടൺസ് ഇക്വിവലന്റ് പറയുമ്പോൾ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടാവും, ഒരു ഇംപിഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോമിലേക്ക്
മാറ്റി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സർക്യൂട്ടിനെ ഒരു കറണ്ട് സോഴ്സും ഒരു ഇമ്പിഡൻസുമായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്കങ്ങനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, IN നോർട്ടൺസ് ഇക്വലന്റ് കറണ്ട് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഏത് ടെർമിനലാണോ പറഞ്ഞിരിക്കുന്നത് ആ ടെർമിനൽ ഷോർട്ട് ചെയ്തു. ഇനി ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IN കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഉണ്ടാവുമോ? കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഇത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ എന്താണ്, ഒരു 5 ഓം ഉണ്ട്, അതുകൊണ്ട് ഇത് 0 ആവില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക? കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറണ്ട് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓൾറെഡി കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് രണ്ടും നമുക്ക് ഇതുവഴിയുള്ള കറണ്ടാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ, ഇപ്പോൾ ഇത് 4 + 4j ഓമും 5 ഓമും ഇത് രണ്ടും എന്താണ്, പാരലലാണ്. അപ്പോൾ അത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന് രണ്ടിന് ഈക്വലൻ്റായിട്ട് ഇവിടെ ഒരു ഇമ്പിഡൻസ് കിട്ടും അല്ലേ. ഇനി ഈ രണ്ട് ഇമ്പിഡൻസ് എന്താണ്, വീണ്ടും പാരലലാണ്. അപ്പോൾ അത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പിഡൻസ് കിട്ടും. അപ്പം അങ്ങനെ വേണ്ട, നേരെ മറിച്ച് ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ 5 ഓമും ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പം ഇവിടെ ഒരു ഇമ്പിഡൻസ് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളെ 10 ആമ്പിയർ കറണ്ട് ഈ ഒരു ബ്രാഞ്ചിലേക്കും ഈ ഒരു ബ്രാഞ്ചിലേക്ക് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. എന്നിട്ട് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട്, അത് കറണ്ട് ഡിവിഷൻ റൂള്, ഓപ്പോസിറ്റ് ഇമ്പിഡൻസ് ഇൻറ്റു ടോട്ടൽ ഇമ്പിഡൻസ് ഇൻറ്റു ടോട്ടൽ കറണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് കിട്ടും. അപ്പോൾ ആ ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇവിടെയുള്ള കറണ്ടാണ് കിട്ടുക. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആ കറണ്ടിനെ രണ്ടായിട്ട് ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചു. അപ്പോൾ 2 കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് IN നമ്മൾ AB മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇനി അവരടുത്ത് എന്താ ചെയ്തത്, ഈ 1 ഓം 4 ഓം ഈ രണ്ട് റെസിസ്റ്റൻസ് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത് ഒറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റി അല്ലേ. ബൈ സീരീസ് പാരലൽ റിഡക്ഷൻ ഈ ഒരു റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റി, ഒരു ഇമ്പിഡൻസ് ആക്കിയിട്ട് മാറ്റി. ഇനി IN കണ്ടുപിടിച്ചു. IN എങ്ങനെ കണ്ടുപിടിച്ചത്, ടോട്ടൽ കറണ്ട്, ഈ ടോട്ടൽ കറണ്ട് ഇൻറ്റു എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതുവഴിയുള്ള കറണ്ടാണ്. അപ്പം ഈ റെസിസ്റ്റൻസ്, ഈ ഇമ്പിഡൻസ് പ്ലസ് ടോട്ടൽ ഇമ്പിഡൻസ്, ഇത് പ്ലസ് ഇത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴിയുള്ള കറണ്ട് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അടുത്ത ZN കണ്ടുപിടിക്കണം. അപ്പോൾ ZN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് AB നമ്മൾ ഓപ്പൺ ആക്കി, സോഴ്സ് കറണ്ട് സോഴ്സ് 0 ആക്കുക പറയുമ്പോൾ എവിടെയും ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് നോക്കുകയാണ്. അപ്പം ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഈ പാരലായത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അതും ഈ 5ഉം സീരീസാണ് അല്ല. ഈ പാരലായത് നമ്മൾ ഓൾറെഡി ഇവിടെ സോൾവ് ചെയ്തു. എന്താണ്, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പാരലായത്. ഇനി ഇവിടെ നോക്കുമ്പോൾ 5 + ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടി അല്ലേ. 5 എന്താണ്, ഇത് പാരലൽ, അത് ഓൾറെഡി ചെയ്തതാണ് ശരിക്കും. അപ്പം 5 ഇത് രണ്ടും പാരലൽ എന്നുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് ZN കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് സോഴ്സും ഒരു ഇമ്പിഡൻസും പാരലായിട്ട് ഡ്രോ ചെയ്തിട്ട് രണ്ട് വാല്യൂസും എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർട്ടൺസ് തിയറം ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസാണ്. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന ഒരു കേസ് നോക്കാം. ഒബ്റ്റെയിൻ നോർട്ടൺസ് ഇക്വലന്റ് നെറ്റ്വർക്ക് അക്രോസ് ദി ടെർമിനൽസ് AB. ഈ AB എന്നുള്ള ടെർമിനലിലുള്ള നോർട്ടൺസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തുണ്ട്, ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 VThevenin കണ്ടുപിടിക്കുകയാണ്. VThevenin കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് 0 ആക്കി അല്ലേ. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഏതൊക്കെയാണ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് 10 ഓം, അത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സാണ്. അപ്പം കാൽക്കുലേഷൻ ഓഫ് VThevenin, റൈറ്റിംഗ് VThevenin ഇക്വേഷൻ എന്ത് ചെയ്തു,
തന്നെ നമ്മളൊരു KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ ഇക്വേഷന് നമുക്ക് എന്ത് കിട്ടി? അവിടെയുള്ള വോൾട്ടേജ് VThevenin കിട്ടി. കാരണം ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഈ രണ്ട് ഇമ്പിഡൻസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് VThevenin ആണ് കണ്ടുപിടിക്കേണ്ടത്. VThevenin കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലൂപ്പിൽ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു കറണ്ട് കിട്ടും അല്ലേ? കറണ്ട് എത്ര കിട്ടി? അല്ലെങ്കിൽ V/R ചെയ്യുമ്പോൾ നമുക്കൊരു കറണ്ട് കിട്ടി. ആ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു KVL ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് നമുക്ക് കിട്ടും. ആ അതിന് നമ്മൾ VThevenin എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടി. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ എഴുതി നോക്കാം? 10∠0, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10∠0 മൈനസ് പ്ലസ് മൈനസ് ആയതുകൊണ്ട് മൈനസ് എടുത്തു. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് -100 × I, ഇതുവഴിയുള്ള കറണ്ട് I ആണ്. മൈനസ് 5J, ഇതുവഴി ഞാൻ ഇതാണ് ലൂപ്പ് എടുക്കുന്നത്. ഓക്കെ, -5J × 5I. 5I എന്താണ്? -5J × 5I മൈനസ് VThevenin = 0. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു, എന്നിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ 5I എന്ന് പറയുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ടാണ് അവിടെ നമ്മൾ 5I എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ VThevenin കിട്ടി. ഇനി IN എങ്ങനെയാണ് കാണുന്നത്? IN കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ചെയ്തു. IN കാണാൻ വേണ്ടിയിട്ട് AB ടെർമിനൽ ഷോർട്ട് ചെയ്തു. ഇനി അപ്പോൾ VThevenin ആണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നോർട്ടൺസ് ഇക്വലൻ്റ് ആണ് അല്ലേ? VThevenin കിട്ടി. നെക്സ്റ്റ് നമ്മൾ IN കണ്ടുപിടിച്ചു. അപ്പോൾ IN എങ്ങനെ കണ്ടുപിടിക്കാം? IN ഇങ്ങനെ ഷോർട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബൈ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ദി നെറ്റ്വർക്ക് ഈസ് റീഡ്രോൺ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ആൻ ഇമ്പിഡൻസ്. കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ആൻ ഇമ്പിഡൻസ് ക്യാൻ ബി എന്താണ്? റീപ്ലേസ്ഡ് ബൈ സീരീസ് റെസിസ്റ്റൻസ്, സീരീസ് ഇമ്പിഡൻസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഒരു കറണ്ട് സോഴ്സും അതിന് പാരലലായിട്ട് ഒരു ഇമ്പിഡൻസും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് ഇമ്പിഡൻസും ആക്കി മാറ്റാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വരെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? -5J അല്ലേ? അപ്പം V/R ചെയ്തിട്ടാണ് നമുക്ക് കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം I × R ആണെന്ത്? വോൾട്ടേജ്. അപ്പോൾ 5 × 5 25I ആണ് നമുക്ക് വോൾട്ടേജ് സോഴ്സ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് I1 I2 രണ്ട് മെഷ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം രണ്ട് മെഷ് KVL മെഷ് 1ഉം മെഷ് 2ഉം. ഇതാണ് മെഷ് 1, ഇതാണ് മെഷ് 1, ഇതാണ് മെഷ് 2. അപ്പോൾ രണ്ട് മെഷ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് മെഷ് 1ൽ ഒരു ആൻസർ കിട്ടി, മെഷ് 2ൽ വേറൊരു ഇക്വേഷൻ കിട്ടി. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻസ് എങ്ങനെ വേണമെന്ന് ചെയ്യാം. ഇവിടെ ഇവർ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്നത്, രണ്ട് മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ I2 കണ്ടുപിടിച്ചു. മെട്രിക്സ് ഫോമിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഓൾറെഡി നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ IN കണ്ടുപിടിച്ച്. ഓക്കെ, ഇനി INഉം കിട്ടി, VThevenin കിട്ടി. ഇനി നമുക്ക് ZN, നമുക്ക് കാണേണ്ടത് എന്താണ്? ശരിക്ക് ZN ഉം IN ഉമാണ് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ടിന് വേണ്ടത്. അപ്പോൾ VThevenin ഉം IN ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ZN = VThevenin/IN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ZN കിട്ടി. ആ രീതിയിൽ നമുക്ക് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നോർട്ടൺ സർക്യൂട്ട്. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ് അടുത്ത് പറയുന്നത്. അത് അടുത്ത വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ.